നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴാണ് ഫോൺ വരും. സാലിക്കുട്ടിയാണല്ലോ, ഇത് ഈ സമയത്ത് വിളിക്കണം. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. എന്താ വിളിച്ച് പറയ്. എന്താ ഞാൻ പിന്നെ വിളിക്കാണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും വിളിക്കണ പോലും ഇല്ലല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയതിന് ശേഷം പിന്നെ ഒരു വിളി അന്വേഷണം ഒന്നും പാടില്ല. ഞാൻ വിളിച്ചാലും എടുക്കണില്ല. അതിന് മാത്രം എന്ത് തിരക്കാ അവിടെ ഉള്ളത് നിങ്ങൾക്കൊക്കെ? എന്തിപ്പ അതിന് വിളിക്കാനുള്ളത്? നീ ഇപ്പൊ പോയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും അങ്ങോട്ട് വിളിക്കണ? അത് മെസ്സേജ് അയക്കുന്നില്ലേ? നീ വിളിച്ചും കൂടി അന്വേഷണം ഇങ്ങനെ ഡെയിലി അറിയണ? എന്നാലും അങ്ങനെയല്ലല്ലോ ശ്രദ്ധിക്കാൻ, ഓരോരുത്തർ ഇതേപോലെ വരുന്നില്ലേ പ്രസവിക്കാനായിട്ട് വീട്ടിലേക്ക്, എന്നിട്ട് എന്താ ഒരു അന്വേഷണം പോലും ഇല്ലാണ്ട് അവരെ ഭർത്താക്കന്മാരൊക്കെ വീട്ടിലേ ഇരിക്കുക. അതൊന്നും വയ്യ ഞങ്ങളോട് പറയാൻ. ഞാൻ വിളിച്ചതാണ് ഇപ്പൊ തെറ്റ്. നീ ഇപ്പൊ എന്തിനാ വിളിച്ച്? അത് പറയ്, കാര്യം പറയ്. ആവശ്യമില്ലാത്ത വർത്താനം അങ്ങനെ എങ്ങനെയാലും പറഞ്ഞിട്ടല്ലേ. എന്തിനാ വിളിച്ച്? ഞാൻ അങ്ങോട്ട് പറയാ. അങ്ങോട്ട് നിങ്ങൾ ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഞാൻ എന്താ പറയണ്ടത്, ഞാൻ ഇവിടെ വന്നിട്ട് 10-20 ദിവസം കഴിഞ്ഞില്ലേ ശ്രമിക്കാം. ഒരു വട്ടെങ്കിലും ഇന്നൊന്ന് കാണാൻ വരുന്നുണ്ടോ? ഇവിടെ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി. ഉമ്മാരുടെ അടുത്തടക്കം ചോദിക്കുന്നു, എന്തേ മോളെ കൊണ്ടുവന്നിട്ട് അവരൊന്നും വന്നില്ലേ. ഞാൻ എന്താ അവരോടൊക്കെ പറയേണ്ടത്? നിങ്ങളെ നാട്ടിൽ തന്നെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിങ്ങളിങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഒന്ന് വന്നോടെ, നിങ്ങൾ വന്ന് ആൾക്കാരെ കൊതിപ്പിക്കാനെങ്കിലും ഒന്ന് വന്ന് കണ്ടിട്ട് പോയിക്കൂടെ ശ്രമിക്കാം നിങ്ങൾക്ക്? തുടങ്ങി അങ്ങോട്ട്. അതെ, ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, മനസ്സിലായില്ലേ? എനിക്ക് തോന്നുമ്പോൾ നിന്നെ കാണാൻ വരും, അതുപോലെ തോന്നുമ്പോൾ നിന്നെ വിളിക്കും. അത് വലിയ ഒരു സംഭവമായിരുന്നു. ഇങ്ങനെ എടുത്തെടുത്തെടുത്തിട്ട് പറയൊന്നും വേണ്ട. നീ വിളിച്ചിട്ടേ ഞാൻ വരണമെന്ന് എനിക്കില്ല, എനിക്ക് തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും, മനസ്സിലായില്ലേ? ആദ്യം നീ അത് മനസ്സിലാക്കുക. ആവശ്യമില്ലാണ്ട് വിളിച്ചിട്ട് കാണാവാ പറഞ്ഞിട്ട് എന്തത്? നീ ഇപ്പൊ തന്നെയല്ലേ പോയിട്ടുള്ളൂ? ഞാൻ പറഞ്ഞല്ലേ നിന്റെ അടുത്ത്, പോയിട്ട് എത്ര ദിവസമായി? 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താ ഇങ്ങനത്തെ സ്വഭാവം? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വിഷമമുണ്ട് കേട്ടോ ശ്രദ്ധക്ക് ഇങ്ങനെയൊക്കെ കാണിക്കണ കാണുമ്പോൾ. ഒന്ന് വായോ ഒന്ന് കാണാനേ, ഞാൻ അതല്ലേ പറയുന്നത്. വന്നിട്ട് രാവിലെ വന്നിട്ടൊന്ന് വൈകുന്നേരം തിരിച്ചു പോയിക്കോളേ. ഇത്രയും ദൂരത്ത് ഇന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇവർ കൂട്ടിട്ട് വന്നതിന് ശേഷം നിങ്ങളൊന്നും വരാണ്ടും വിളിക്കാണ്ടും ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ എത്ര വിഷമിക്കുന്നുണ്ട്, അതൊന്നും മനസ്സിലാക്കിക്കൂടെ ശ്രദ്ധിക്കാക്ക്? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. രാവിലെ തന്നെ കിടി 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 എന്ന് പറഞ്ഞു. ആരാണ്? അത് എനിക്ക് തോന്നുമ്പോ അങ്ങോട്ട് വന്നോണ്ടോ. നീ ഫോൺ വെച്ചേ. ചെബിക്ക് ഇങ്ങനെ ചൂടാ. ഞാൻ അവളൊക്കെ കട്ടാക്കി പറയാ. സ്വയമായിട്ടൊന്നും അറിയണില്ല, പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാക്കൊന്നുമില്ലല്ലോ കുറച്ചൊന്നും. അതൊന്നും ഇല്ലമ്മ. ആ സാലിക്കുട്ടി ഇപ്പൊ അല്ലേ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളൂ. എത്ര 2 ആഴ്ചയിലായിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും വിളിച്ചിട്ട് വാ 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 എന്ന് പറഞ്ഞ് മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചോണ്ടിരിക്കുന്നു. എത്ര നേരം സംസാരിച്ചു? രാവിലെ തന്നെ വിളിച്ചിട്ട് കിടി 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 നായിക്കൊണ്ടിരിക്കുക. ഞാൻ മനുഷ്യന് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചപ്പോ എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ വരുള്ളൂ, ഇപ്പൊ അല്ലേ നീ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മര്യാദയ്ക്കുള്ള കണക്കിന് സംസാരിച്ചു കൊടുത്തു. അതെന്താ അഹങ്കാരം ഇത്ര പെൺകുട്ടികൾക്ക്? ഇപ്പൊ തന്നെ പോയിട്ടുള്ളൂ, തന്നെ വിളിച്ചിട്ട് വാ വാ പറഞ്ഞ എന്തപ്പത്? പ്രസവത്തിന് വിളിച്ചിട്ട് പോയാലേ പോകുമ്പോ ഒരു ചുറ്റിയും വട്ടിയൊക്കെ ഉണ്ട്, അല്ലാണ്ട് ഓടിച്ചെല്ലും അങ്ങോട്ട് പോകുകയല്ല. അങ്ങോട്ട് പോയിട്ട് 1 ആഴ്ച ആയിട്ടില്ല, അപ്പോഴേക്ക് നിന്നെ വിളിച്ചിട്ട് വാ 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 എന്തുട്ടായി? നീ എന്താ ചൂടാകാൻ നിൽക്കണ? വാ വാ പറഞ്ഞിട്ട് എന്തപ്പത്? വെള്ളരിക്ക പട്ടണ പോയ 1 ആഴ്ച കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു മര്യാദയുണ്ട്. പെണ്ണ് കൊടുത്താണ്, നീ ഒരു ചെക്കനാണ് പോണത്. ഇപ്പൊ 1 പോലെ 2-3 പ്രാവശ്യം അടുപ്പിച്ച് പോയി പറഞ്ഞ പെണ്ണ് വന്നിപ്പോ 1 ആഴ്ച തന്നെ ആയിട്ടുള്ളൂ, ഇതാ വന്നു കഴിഞ്ഞു ചെക്കൻ, എന്തപ്പത് എന്ന് പറയും. മനുഷ്യനാകെ എന്തോ പോലെ. സാധാരണ എങ്ങനെയാണ് നോക്ക്, ഇത് വിളിച്ചു കഴിഞ്ഞാൽ എത്ര ദൂരാണ്? ഞാനൊന്നും പോയില്ലാട്ടാ. അല്ല പിന്നെ സാധാരണ എങ്ങനെയാ ഇതിനൊക്കെ പോക്ക്? എങ്ങനെയാ? അതെ, അവള് പോയി 2 ആഴ്ച കഴിഞ്ഞാലൊക്കെ മോനൊന്ന് പോണം, പോയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് നോക്കി 1 ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം തരും. അതൊക്കെ ഒരു മര്യാദ നാട്ടു നടപ്പാണ്. ഇതിപ്പോ പോയി 1 ആഴ്ചയും കൂടി എത്തിയിട്ടില്ല, അപ്പോഴേക്കും വാ വാ പറഞ്ഞിട്ട് നിന്നെ വിളിച്ചിട്ട് എന്തിനാ അവള് ഭീഷണിപ്പെടുത്തുന്നത്? നിങ്ങൾ ചൂടായി സംസാരിക്കണ്ടല്ലോ, ഞാൻ കേട്ടതാ. അതെന്തിനാ ഇപ്പൊ ചൂടായിട്ടൊക്കെ സംസാരിക്കുന്നേ? പിന്നെ രാവിലെ തന്നെ വിളിച്ച് കിടികിടി എന്നാക്കും, പിന്നെ എന്ത് ചെയ്യാ? അവര് വീട്ടിൽ ഉമ്മ എന്തൊക്കെ പറയണോ അങ്ങനെ പറയണോ. നാട്ടുകാര് അപ്പുറത്ത് വീട്ടുകാർ ഇപ്പുറത്ത് വീട്ടുകാരൊക്കെ ചോദിക്കുന്നു ഇതുവരെ വന്നില്ലേ എന്നൊക്കെ ഓരോന്നും ചോദിച്ചോണ്ടിരിക്കുകയാണ്. എത്തുവരെ ആരാന് മോനെ 7-ാം മാസത്ത് പോയി പറഞ്ഞ 9-ാം മാസത്തല്ലേ നമ്മൾ പോവുക? എന്തൊരു മര്യാദ അറിയാത്ത ആൾക്കാരായിരിക്കുന്നത്. എന്തൊക്കെ അവിടെ പോയപ്പോ ഒക്കെ ചിന്നലായ കുട്ടികൾക്കൊക്കെ മര്യാദക്ക് വർത്താനം പറയാൻ അറിയാണ്ട്. എന്തപ്പത്?
എൻ്റെ മോനൊന്നും അവള് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ഈ പോവാനൊന്നും നിൽക്കണ്ട. ഈ പോവാനാകുമ്പോ ഉമ്മ എന്നെ പറഞ്ഞാക്കും പോയിട്ട് പോവാന്ന്. അതെ, മുല്ലശ്ശേരിക്കൊന്ന് പോണം, സാധനങ്ങൾ കഴിഞ്ഞു വാങ്ങാൻ പോണം. മോൻ പോയിട്ട് പുറപ്പെട്ടെ, നമുക്ക് ആ വണ്ടിയിലൊന്ന് പോയിട്ട് വരാം. പോയി ഒരാഴ്ച എത്തിയിട്ടില്ല, അപ്പോഴേക്കും വാ 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 എന്നിട്ട് കുട്ടീനെ ഇട്ടിട്ട് ഭീഷണിപ്പെടുത്തുക. എന്താ കുട്ടി എന്താ വാനത്തൊന്ന് പൊട്ടി വീണതൊന്നല്ല, അവനിക്ക് ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട്, ചോദിച്ച സമ്മതത്തോടെ തന്നെ പോവുള്ളൂ. വണ്ടി കാണാനല്ലോ, അവിടെ പോയി. എവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇവിടെ അങ്ങോട്ട് പോയി. സാധനം വാങ്ങാൻ പോണെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ആ, ചിലപ്പോ തന്നെയാവും അങ്ങോട്ട് പോയിട്ടുണ്ടാവും. വാഹനം തോന്നുന്നുണ്ടല്ലോ, ഇപ്പൊ വന്നു പോകുന്നുണ്ട്. ഓ എന്ത് ചൂടാല്ലേ. ഓ എന്ത് സാധനം മേടിക്കാൻ പോയപ്പോ? ഞാൻ മുല്ലശ്ശേരിക്ക് പോയതാ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട്. അത്യാവശ്യം കുറച്ചെന്നെ മേടിച്ചു. മേടിച്ചു. ഇല്ലാത്ത സാധനം മേടിക്കാൻ പോയതാ. ആ, കുറച്ച് നേരമായി. ഞാൻ പോകുമ്പോ നിങ്ങളിവിടെ ഇല്ല. അത് കണ്ടപ്പോ വണ്ടി കാണാനില്ല. ഞാൻ നിങ്ങൾ പുറത്തേക്ക് പോയി, അപ്പൊ കൊറേ നേരം നോക്കി. അപ്പൊ മോനെ വിളിച്ചിട്ട് ഞാൻ പോയിട്ട് വന്നതാ. എന്റെ ഫോണാ? എന്റെ അതെ, എന്താ നോക്ക്, കൊറേ നേരം വിളിച്ചിട്ട് കട്ടായി. അതെ, നോക്കട്ടെ. നോക്ക്. ഓ 10-15 വട്ടം വിളിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. എന്ത് കുട്ടിക്ക് ഇത്ര മാത്രം വിളിക്കാന്? അല്ല, ഇത്രയും വട്ടം വിളിക്കുമ്പോ നിങ്ങൾക്കൊന്നും എടുക്കായിരുന്നില്ലേ? ഞാനങ്ങനെ എടുക്കുക. അത് കൊറേ പ്രാവശ്യം ഞാൻ നോക്കുമ്പോ കൊറേ വിളിച്ചിട്ടുണ്ടായില്ലേ. ഗർഭിണിയല്ലേ അവള്, എന്തിനാണാവോ ഒന്ന് എടുക്കായിരുന്നു. നിന്നോട് എന്തെങ്കിലും കാര്യം പറയാനാവോ? കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നോ? കാലത്ത് എനിക്കല്ല, അവന് സെഫിമോന് വിളിച്ചിട്ടേ കൊറേ രണ്ടാളും കൂടി എന്തൊക്കെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇങ്ങോട്ട് വായോ, ആൾക്കാർ ചോദിക്കണോന്ന് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ കേട്ടൊന്നുമില്ല. എനിക്ക് ചായ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ പറയാൻ പറ്റില്ല, ഇപ്പൊ തന്നെ നീ പോയിട്ടുള്ളൂ, അപ്പളേക്കും വാ വിളിക്കണോ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ മോനെന്ന് ചോദിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞുമ്മ സാരിക്കുട്ടിയാണ്, എന്താ വെറുതെ വിളിച്ചിട്ട് വാ വാ പറയണുമ്മ. എന്താണാവോ ഇത്ര വട്ടം വിളിച്ചപ്പോ? അവൻ വയറ്റുകാരി കുട്ടിയല്ലേ, ചിലപ്പോ അസുഖം കൊണ്ട് എന്താണാവോ. എന്ത് മോളെ കാണാൻ പോണെന്നാ? അതിനാണ് മോള് ഇത്ര നേരം വിളിച്ചതപ്പോ? അപ്പൊ ഇത്ര ദിവസം ഇവിടെ നിന്നല്ലേ, ചിലപ്പോ അത് കാരണം കാണാൻ വേണ്ടി കൊതിയാവും. നിങ്ങൾ എന്താ വന്നില്ല ചോദിക്കാൻ വേണ്ടി വിളിച്ചതാവും ചിലപ്പോ. നിങ്ങൾ എന്താ പറയണേ? കാണാൻ തോന്നിയിട്ടാവും പറഞ്ഞ. എന്താ ഓടിച്ചല്ലാനെ? എന്താ ചക്കന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരാഴ്ച അമേരിക്കൻ ചക്കൻ അങ്ങോട്ട് ബാക്കിൽ പോകാണ്. അത് ഇവിടുത്തെ സ്വഭാവം. അത് അങ്ങനെയൊന്നും പോകാൻ പാടില്ല. പെൺകുട്ടികൾ വാശി പിടിക്കാനതൊക്കെ, അല്ലാണ്ട് കാണാൻ തോന്നിയിട്ടൊന്നുമല്ല. എന്താ വരാത്ത ആൾക്കാർ പറയില്ലേ, അവര് പറയില്ല, ഇവര് പറയില്ല എന്നൊക്കെ എന്തുകൊണ്ട് പറയാനുള്ളത്? സാധാരണ ദുനിയാവിലുള്ളത് തന്നെയാ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യനെ പ്രസവത്തിന് കൊണ്ടുപോകണത്. അത് പറഞ്ഞിട്ട് ഭാര്യയോടൊപ്പം ഭർത്താവ് പോവോ? എവിടെയെങ്കിലും ഉണ്ട് നാട്ടു നടപ്പ്? അത് പോയി ഒരു 10-20 ദിവസം ആകുമ്പോൾ അവനൊന്ന് പോകും, ഒരു ദിവസം നിൽക്കും, പിറ്റേ ദിവസം വരും. അതാണ് മര്യാദ. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? ഇതെന്തപ്പോൾ പോയി ഒരാഴ്ച കൂടി ആയിട്ടില്ല, വാ 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 പറഞ്ഞിട്ട്. അതൊന്നും പറ്റില്ല. അവിടെ വിളിച്ച് കിടക്കട്ടെ. ഞാൻ അതന്നെ തിരിച്ച് വിളിക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വിളിച്ച് സംസാരിക്കൂലേ? എവിടുത്തെ കാര്യം അത് നടപടി? അവിടെ കിടക്കട്ടെ. നീ എന്തിട്ട് വർത്താനം പറഞ്ഞു? ഇങ്ങനെയാണ് വർത്താനം പറയാ? സ്വന്തം മരുമോളല്ലേ, മോളെ പോലെ നമ്മൾ കണ്ടല്ലേ, അതിനിങ്ങനെ സംസാരിക്കുക? അതിനൊരു ആഗ്രഹം കൊണ്ടല്ലേ അത് പറയണത്. ഇപ്പൊ 7 മാസം 8 മാസം, ഇപ്പൊ 7 മാസം വിളിച്ചുകൊണ്ടേ 8 മാസം ആകാനായി. അപ്പൊ അതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെ കാണണം. പെട്ടെന്ന് വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ എന്തായാലും ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കൂടെ ചെല്ലണം എന്നൊരു വിഷമം, ഒരു ഇതിലാഗ്രഹത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ കുട്ടിയിൽ വയറ്റിൽ കിടക്കുന്നത്. അപ്പൊ അതിനൊരു സന്തോഷം ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അതൊന്നും പറയാൻ പാടില്ലടി. ഇങ്ങനെയാണോ നീക്ക് കണക്കൂട്ടിരിക്കുന്നത്? നീ അതിന് മുന്നേക്ക് മോളെ പോലെ കണ്ട് നല്ല സ്നേഹത്തിലൊക്കെ ഇരുന്നിരുന്നല്ലേ, പെട്ടെന്ന് എന്തൊരു മനസ്സ് മാറി? അപ്പൊ എനിക്ക് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു? എനിക്ക് ഇവിടെ അടുത്തോട്ട് ആരെങ്കിലും പറഞ്ഞു തന്നോ എനിക്ക്?
അതൊന്നും നടക്കില്ല. എന്തിട്ട് നിങ്ങൾ വർത്താനം പറയണേ? ഇപ്പം എന്നോട് പോയി 8 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ പറയണേ മോനെ പറഞ്ഞാക്കി അല്ലെങ്കിൽ നീയും കൂടെ പോയിട്ട് വന്ന് എന്തൊരു വർത്താനം നിങ്ങൾ പറയണേ? അതൊക്കെ ഒരു മര്യാദയുണ്ട്, അതൊക്കെ ഒരു ചടങ്ങാണ്. പോയിന്ന് ചക്കനും പിന്നാലെ പോയി എന്ന് പറഞ്ഞ നാട്ടുകാരെന്താന്ന് വിചാരിക്കുക? നീ എന്തൊരു ചടങ്ങ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. ഞാൻ എന്റെ മോനെ പറഞ്ഞാക്കി അവനെ പറഞ്ഞില്ലെങ്കിൽ നീയും കൂടെ പോകും. ഇല്ല, ഞാനും പോണില്ല, അവനെയും പറഞ്ഞാക്കില്ല. അതൊക്കെ പോണെന്നൊരു മര്യാദ അതുപോലെ പോകും. നീ അങ്ങനെ വാശി പിടിക്കില്ലേ? ഇല്ല. അതെ, ബൈക്കിൽ കിടക്കുന്ന കുട്ടി ആരുടെ കുട്ടിയാണ്? നമ്മുടെ മോന്റെ കുട്ടിയല്ലേ? അല്ലാതെ അപ്പൊ എന്തെങ്കിലും ഒന്ന് ആഗ്രഹം നടത്തി കൊടുത്തില്ല ഇതിട്ട് പറയാ ചെവിയിൽ പണ്ടത്തെ കാരണങ്ങളൊക്കെ പറയില്ലേ, ചെവി കൂടെ മറ്റേ ചെവി ഒലിക്കുന്നൊക്കെ അതേപോലെയൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാ ഈ പറയണത്. ചെവി ഒലിക്കലും ഒന്നും അല്ല. അതെ, അവർക്ക് അഹങ്കാരം കൂടുതലത്തിരി അഹങ്കാരം കൂടുതല. അപ്പൊ അവിടെ പോയില്ലേ അവര് ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ട, അതിൽ കേട്ടിട്ടുള്ള അഹങ്കാരാണ്. വരുത്തിക്കും പറഞ്ഞ് ചിലപ്പോ വെറ്റി കെട്ടിട്ടുണ്ടാവും. അതിനൊന്നും എന്റെ മോനെയും കിട്ടൂല, എന്നെയും കിട്ടൂല. നീ അതും ഇതും പറഞ്ഞു നിൽക്കല്ലേ. നീ കാര്യം മനസ്സിലാക്കാണ്ട് ഓരോ കാര്യങ്ങൾ വെറുതെ പറയാൻ നിൽക്കല്ലേ. പലരും പല കാര്യങ്ങളും ഓരോന്ന് പറഞ്ഞ് കുത്തിരിപ്പ് ഉണ്ടാക്കി തരും. അതൊന്നും നീ കേൾക്കാൻ പാടില്ല. നമ്മുടെ മരുമകൾ ആര്? നമ്മുടെ മോളെ പോലെ. അപ്പൊ എന്ത് വേണം? നമ്മൾ വേണം പോയി കാണാൻ. അവര് വിളിക്കില്ല. മോള് വിളിച്ച് എത്രത്തോളം പറഞ്ഞില്ല, എത്രത്തോളം കാണണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ആ പോയിട്ട് നിങ്ങൾ രണ്ടാളും പോയി കണ്ടിട്ട് പോരെ. അതിപ്പോ ആർത്തന്നെ പൈസ ഒന്നും വരില്ലല്ലോ. ഇവിടുന്ന് ബസ്സിന് പോകണമെങ്കിൽ ബസ്സിൽ പോയിക്കൂടെ? പോയി അങ്ങോട്ട് വരാൻ 200-400 റുപ്യ ചിലവാകും. അത്രയല്ലേ ഉള്ളൂ. ആ പൈസ ഇല്ലാതിന് ആ പൈസ തരാന്ന് പറയാനോട് ഞാൻ പോയിട്ട് ഇനിയിപ്പോ എന്തായാലും പോവുകയാണെങ്കിൽ പോവാ. നിങ്ങളിപ്പോ ഇത്ര വാശി പിടിക്കുന്നുണ്ടല്ലേ, പോവാന്നിട്ട്. ഇനി മനുഷ്യന്റെ അവസ്ഥയല്ലേ. എന്നാ പിന്നെ പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് പോയിട്ട് നാളെ വരാൻ നിൽക്കണം. 2 ദിവസം ഇരുന്നിട്ട് വാ. മോളുടെ ഒരു ആഗ്രഹമല്ലേ, പോയി ഇരുന്നിട്ട് വാ. അതൊന്നും പറ്റില്ല. ഇന്ന് പോയിട്ട് ഈ നേരം നല്ല ആയിട്ടുള്ളൂ. ഇന്ന് പോയി ഇന്ന് തന്നെ വരും. വൈകുന്നേരം എനിക്ക് ഇവിടെ എത്തും. ഇന്ന് പോയിട്ട് 2 ദിവസം നിൽക്കണത്ര. പോകുകയല്ലാന്ന് വിചാരിച്ചാ നിങ്ങൾ വാശി പിടിച്ച് നിർബന്ധിക്കുന്ന കാരണം പോകുക. അത് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ മനസ്സും മാറൂല്ലോ. പിന്നെ വരണമെങ്കിൽ ഞാൻ വിളിക്കേണ്ടി വരും അവിടെ. ഇല്ല, ഞങ്ങളിന്ന് പോയി കണ്ടെന്നാ പിന്നെ കണ്ടിട്ട് വയറ്റിക്ക് ഗർഭിണിയല്ലേ, അവൾക്ക് ചിലപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ 1 മാസം വരെ ഇവിടെ നിന്നല്ലേ, അപ്പൊ കാണാൻ തോന്നിയിട്ടാവും ചിലപ്പോ. ഇനിയിപ്പോ മോൻ ഞാനും കൂടി ബൈക്കിൽ വന്നാ പോയിട്ട് വരാം. കണ്ടിട്ട് വൈകുന്നേരം തന്നെ തിരിച്ചും വരും. സൊല്ലൊക്കെ ഇടില്ലാണ്ടിരുന്നാല്. എന്നാ ഞങ്ങൾ പോട്ടെ. എന്നാ മോനോടൊന്ന് പറയട്ടെ തന്നെ. ഇനിയിപ്പൊ അവനെന്ത് പറയണാവോ. സഫിയ, മനസ്സിലായി. അത് ഞാൻ രാവിലത്തെ അപ്പത്തെ ഒരു ഇതിലേ പെട്ടെന്ന് അങ്ങനെ സംസാരിച്ചു പോയതാ. പിന്നെ എന്തുണ്ട്? പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചാ? അല്ല, ഇന്നലെ സ്കാനിങ്ങിന് പോയിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, ഭക്ഷണം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്ക്. ഡോക്ടർ മരുന്നൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴിക്ക് കേട്ടാ. മരുന്നൊന്നും കഴിക്കാൻ മറക്കണ്ട. ഇല്ല, അങ്ങോട്ട് വരാം ഇൻഷാ അള്ളാ. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ വായോ എന്ന് പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നത്? ഇല്ല, ഞാൻ ഉമ്മാനോട് സംസാരിച്ചിട്ടില്ല. ഉമ്മാനോടൊന്ന് സംസാരിച്ചിട്ടേ വരാം കേട്ടാ. വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഇഷ്ടമുള്ള ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിട്ട് വരാം. ഞാൻ പറഞ്ഞതിലൊന്നും വിചാരിക്കേണ്ടതാ, ഒരു ഇതിൽ അങ്ങനെ പറഞ്ഞു പോയതാ. ശരി, എന്തായാലും ശ്രദ്ധിക്ക് കേട്ടാ. ഞാൻ ഉമ്മാനോട് സംസാരിച്ചിട്ടേ അങ്ങോട്ട് വരാം. ശരി എന്നാ. എന്തിട്ട് ഞാൻ രാവിലെ സംസാരിച്ചേ? ചീത്തൊന്നും പറഞ്ഞില്ലല്ലോ. എന്തൊരു സംസാരിച്ചു മറന്നും പോയി. മാനോട് ചോദിച്ചിട്ട് ഞങ്ങളൊക്കെ കണ്ടിട്ട് വരാനേ. മോനെ, ആ ഉമ്മ, നമുക്കൊന്ന് സാലിക്കുട്ടിനൊന്നും പോയിക്കൊന്ന് കണ്ടിട്ട് വന്നാലും ഉമ്മ. അതെനിക്ക് നല്ലതാ തോന്നുന്നു. അല്ല, ഇപ്പൊ എന്താ നിനക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നാന്? നീ കാലത്തല്ലേ പറഞ്ഞു പോകാൻ പറ്റൂലെന്ന്. ഇപ്പൊ എന്താ നീ പെട്ടെന്ന് വന്നിട്ട് ഉമ്മ നമുക്ക് സാലിക്കുട്ടിയുടെ അടുത്തൊക്കെ ഒന്ന് പോയി വന്നാലോ എന്ന് പറയുന്നത്? അതൊന്നും ശരിയാവില്ല. അല്ലമ്മ, രാവിലെ ഞാൻ എന്തോ ഒരു ദേഷ്യത്തിൽ സാലിക്കുട്ടീനെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളാ മുല്ലശ്ശേരിക്ക് പോയി വന്നതിന് ശേഷം സാലിക്കുട്ടി വിളിച്ചിരിക്കുന്നു. പാവം കരയുന്നു. 7 മാസം ഇവിടെ നിന്നല്ലേ. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ നമ്മളെ എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് മാറി നിന്നതിൻ്റെ ഒരു വിഷമമാണ്. എല്ലാവരെയും കാണാൻ തോന്നുന്നു. അപ്പം അതങ്ങനെ വിളിച്ച് കരഞ്ഞപ്പോൾ എനിക്കും പിന്നെ എന്നാൽ പോയേക്കാൻ തോന്നിയത്. അത് ഞാൻ നമുക്ക് 2 പേർക്കൊന്ന് പോയിട്ട് ഒന്ന് വേഗം വന്നാലോ എന്ന് പറയാനായിട്ട് അമ്മ അടുത്ത് വന്നത്. ആ ശരി, നീ ഇത്രയും പറയണത് കൊണ്ട് നമുക്കൊന്നാ പോയിട്ട് വരാം. എന്താന്നാ
ഇവിടുന്ന് ഇപ്പൊ 7 മാസം ഇരുന്ന് സന്തോഷത്തോടെ പോയതല്ലേ, അപ്പൊ പെട്ടെന്ന് എല്ലാരെയും ഒന്ന് കാണണം തോന്നിയിട്ടുണ്ടാവും. അപ്പൊ പോണതൊക്കെ ശരി, പോയിട്ട് അവിടെ നിക്കാൻ പിടിക്കാന്നൊന്നും പറഞ്ഞാ ശരിയാവില്ല. ഇപ്പം ഇത്രേനായിട്ടുള്ള സമയം, പോയിട്ട് വൈകുന്നേരം ആണെങ്കിൽ തിരിച്ചു വീട്ടിക്ക് വരണം. പിന്നെ അവിടെ പോയിട്ട് അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും അങ്ങനെ എങ്ങനെയാന്ന് അവര് ഉമ്മയോ ആരെങ്കിലും ഒക്കെ എൻ്റെ അടുത്ത് തേച്ച് മുട്ടിയാലും എന്റെ സ്വഭാവം അറിയാലോ. നന്റെ ഏതൊന്നും നാ നോക്കില്ല, പിന്നെ നാ നോക്കില്ല, നല്ല മറുപടി അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി, എന്നാ പെറപ്പിടും, നമുക്കൊന്ന് പോയിട്ട് വരാം. ഇത്രയും വിളിച്ചതല്ലേ, ദേ അതിലേക്ക് ഒരു 5, 10, 15 മിസ് കോളാണ് വന്ന് കിടക്കുന്നത്. അങ്ങോട്ട് മുല്ലശ്ശേരിക്ക് പോയിട്ട് വരുമ്പോഴേക്കും. അപ്പൊ ഉപ്പയും പറഞ്ഞു ഒന്ന് പോയിട്ട് വാ. അപ്പൊ ഉപ്പാനൊക്കെ നല്ലത് കൊടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ വരുന്നത്. എന്നാ പിന്നെ ശരി, ഇത്രയും പറഞ്ഞല്ലേ, നീയും പോവാന്ന് പറഞ്ഞ കാരണം പോകാന്നാ. എന്നാ നീ വേഗം പെറപ്പെടും. പഠിച്ചോനെ സമ്മതിച്ചെന്തായാലും നന്നായി. ഈ ഉമ്മാന്റെ സ്വഭാവം എന്താ ഒരു മാറാത്തത്? കുഴപ്പമില്ല, എന്നാലും ഉമ്മ വരാന്ന് പറഞ്ഞല്ലോ, അത് മതി. ഡ്രസ്സ് മാറിയേക്കാം. ശരി, എന്നാ പോയിട്ട് വരാം. വൈകുന്നേരം നമുക്ക് എത്തും. അമ്മ ശരി, ഇപ്പൊ എന്നാ ചായ ഒക്കെ കുടിക്കാൻ മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഭയങ്കര ക്ഷീണണ്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. വയറൊക്കെ സിമാറ് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ക്ഷീണം എന്ന് പറയാനൊന്നുമില്ല. അവിടുന്ന് വന്നതിന് ഇങ്ങോട്ടൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്ന കളറൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, മോൾക്ക് സുഖം തന്നെ അല്ലേ? ക്ഷീണം എന്ന് പറയാൻ എനിക്കിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മ. അവിടെ ഇരിക്കുമ്പോഴൊക്കെയാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നപ്പോ തൊട്ട് ഇപ്പൊ എല്ലാരും ആയിട്ട് ഇരിക്കുമ്പം സമയം പോണത് തന്നെ അറിയണില്ല. പിന്നെ നിങ്ങളൊക്കെ കാണണമെന്നൊന്നുണ്ടായിരുന്നു, അതാണ് ഇക്കാനൊക്കെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലമ്മ. മോളെ ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചോട്ടാ. വെള്ളമൊക്കെ നല്ലോണം കുടിച്ചോ. വെള്ളമൊക്കെ ഈ സമയത്ത് നല്ലോണം കുടിക്കണം. പിന്നെ ചൂട് സമയമൊക്കെ അല്ലേ പിന്നെ, വെള്ളമൊക്കെ നല്ലോണം കുടിക്കിട്ടാ. ഭക്ഷണമൊക്കെ വിശപ്പില്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ചോ. ഒന്നും അറിയില്ല, ഇപ്പൊ വേണ്ടെന്നൊക്കെ തോന്നും. എന്നാലും സമയത്തിന് എന്തെങ്കിലും പറ്റുന്ന പോലെ കുറച്ച് കഴിക്കിട്ടാ. കഴിക്കാണ്ടൊന്നും ഇരിക്കരുത്. നല്ലോണം വെള്ളവും കുടിക്കുക. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചായ എടുക്കാം. അമ്മ ഇതേ പുറത്ത് വയ്ക്കണിപ്പോ വരും, ഞാൻ ചായ എടുക്കാം. മോളെ ഉമ്മക്ക് ചായ എടുക്കുമ്പോ മധുരം ഉണ്ടാട്ടാ. തീരെ മധുരം കുടിക്കാറില്ല ഉമ്മ. അപ്പൊ മധുരം ഇല്ലാണ്ട് എടുത്തോ. ഷെഫിക്കാക്ക് മധുരം ഇട്ടോ. എന്തുമ്മ അവിടെ വെച്ച് എന്തൊക്കെ ഉമ്മ വർത്താനം പറഞ്ഞത്? ഇവിടെ വന്നപ്പോ നേരെ അങ്ങോട്ട് തിരിഞ്ഞല്ലോ. ഉമ്മയല്ലേ പറഞ്ഞ അവിടെ വെച്ചിട്ട് എന്തിനാണ് പോണു? ഇപ്പൊ പോയിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല, വെറും 10-14 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഈ എന്തിനാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇവിടെ എത്തിയപ്പോ എന്താ മോളെ വിശേഷം, എന്താ മോളെ ഇപ്പൊ നല്ല കുഴപ്പമൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാനത് ഞെട്ടിപ്പോയി. ഇവിടെ വന്ന് 4 വർത്താനം പറയാന്ന് വിചാരിച്ചപ്പോ ഉമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയണത്? അങ്ങനെയല്ല മോനെ, അവൾക്ക് നമ്മളെയൊക്കെ കാണാൻ തോന്നിയിട്ടല്ലേ വിളിച്ചത്. അപ്പൊ നമ്മൾ വന്നപ്പോൾ അവൾക്ക് ഒരു സന്തോഷം. അവളെ കണ്ടപ്പോൾ എനിക്കെല്ലാം മറന്നു. അപ്പോൾ കുട്ടി നമുക്കറിയാലോ, നമ്മുടെ മക്കളല്ലേ, അവരൊക്കെ നമ്മളെ കുറിച്ചിട്ടോ അവർക്ക് എനിക്കും അവളെ കുറിച്ചിട്ട് അറിയാലോ. അതുകൊണ്ട് എങ്ങനെ എന്തെന്നൊക്കെ അവർ ആഗ്രഹിച്ച കാര്യം നടക്കണം എന്നാണ്. വന്നപ്പോൾ എനിക്ക് അതിന് കണ്ടപ്പോൾ ഒന്നും പറയാൻ തോന്നിയില്ല. പിന്നെ ഇപ്പം ഇത്ര നല്ല ആയിട്ടുള്ളൂ. അപ്പം എൻ്റെ ഇപ്പം തന്നെ നീ വിളിച്ചിങ്ങനെ വരുത്തിക്കണേ വേണ്ട ഉമ്മ ചൂടായതാണ്. അല്ലാണ്ട് അതിന് കണ്ടപ്പോൾ അതൊന്നും എനിക്ക് തോന്നിയില്ല, പാവം തോന്നി. അതുകൊണ്ട് നമ്മൾ ഇഷ്ടം കൊണ്ടല്ലേ അത് വാവാൻറ്റ് വിളിച്ചത്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തായാലും വന്നത് നന്നായി. എന്തായാലും സാരിക്കുട്ടീനൊന്നും കാണാൻ പറ്റിയില്ല, കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി. എന്തായാലും